ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ ബെഡ്റൂം, പിന്നെ ഫസ്റ്റ് ബെഡ്റൂം, ടോയ്ലറ്റ്, ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴേക്കും രണ്ട് അപ്പറിലേക്ക് ഓപ്പൺ ടെറസ്, രണ്ട് ബെഡ്റൂം, രണ്ട് ടോയ്ലറ്റ്, പിന്നെ രണ്ട് ബാൽക്കണി. ഇതില് മാഡം എന്തോ ചേഞ്ചസ് ഒന്നും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് വിൻഡോയുടെ പൊസിഷനിൽ ഒരു ചേഞ്ച് ഉണ്ട്. വിൻഡോയുടെ പൊസിഷൻ ആ ലിവിംഗ് റൂമില് ആ സെറ്റിയുടെ ബാക്കിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വിൻഡോ ഇല്ലേ, ആ വിൻഡോ അതിന്റെ പൊസിഷൻ ഇപ്പൊ എങ്ങോട്ടാ? അതൊരു മറ്റേ 3 ഇതുള്ള വിൻഡോസ് ആയിരുന്നു. അതിന് പകരം ഒരു സിംഗിൾ വിൻഡോ ആക്കി സ്റ്റെയറിന്റെയും ലിവിംഗ് റൂമിന്റെയും മിഡിലായിട്ടാ. സ്റ്റെയറിന്റെയും ലിവിംഗ് റൂമിന്റെയും മിഡിലായിട്ട് അല്ലേ? അതായത് വാളില് മിഡിലായിട്ട്. ഓക്കെ ഓക്കെ. ഇതിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പിന്നെ ഫസ്റ്റ് ഫ്ലോറിലെ ആ ബാക്കിലത്തെ റൂം, ഫസ്റ്റ് ഫ്ലോറിന്റെ ബാക്കിലത്തെ ആ റൂമില് കോട്ടിന്റെ ബിഹൈൻഡ് ആയിട്ട് പുറകിലായിട്ട് ഒരു റിബൺ വിൻഡോ കൂടെ വരുന്നുണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല. റിബൺ വിൻഡോ കൂടെ വരുന്നുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ, ശരി. ഇതില് ഇപ്പോ മാഡത്തിന് പ്രത്യേകിച്ച് ഇതില് സജഷൻസ്, റിക്വയർമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ ഒരു ബുദ്ധയുടെ സ്റ്റാച്യു വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സ്റ്റാച്യു ഓർ ബുദ്ധയുടെ ഒരു ചെറിയൊരു എന്താ പറയാ, അത് നമ്മള് ആ ഡബിൾ ഹൈറ്റ് വാളില്ലേ, ലിവിംഗ് റൂമിന്റെ ഇപ്പം വിൻഡോ ചേഞ്ച് ആയി എന്ന് പറഞ്ഞില്ലേ, ആ വാളിലായിട്ട് ബുദ്ധയുടെ ഒരു ഇത് വെക്കണമെന്ന് ഉണ്ട്. ശരി. പിന്നെ കോർട്ട്യാർഡ് സ്പേസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നില്ലേ, അവിടെ വാഷ് യൂണിറ്റ് ആണ്. വാഷിംഗ് യൂണിറ്റ് ആണ്. ഓക്കെ. വാഷ് യൂണിറ്റ് ആണ്, പക്ഷെ ഒരു കോർട്ട്യാർഡ് പോലെ. അതില് ഒരു വാള്, ഏതെങ്കിലും ഒരു സൈഡിലെ വാള് ഒരു മൾട്ടിപർപ്പസ് ആയിട്ടൊരു അയണിങ് ഇതായിട്ടും കൊച്ചിന് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ഏരിയ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാന്നുള്ളൊരു ഇതുണ്ട്. അതായത് ഈ ഫോൾഡബിൾ സാധനമില്ലേ, അതുപോലെ ഒരു ടേബിൾ ടോപ്പ് പോലെ ആക്കി എടുക്കാം എന്നൊരു ധാരണയുണ്ട്. ഇതിലിപ്പോ കിച്ചൺ വരുന്ന ഓപ്പൺ കിച്ചൺ ആണോ? ഓപ്പൺ കിച്ചൺ ആണ്. ഓക്കെ, ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത്. പിന്നെ ഇതിലെ ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മളിപ്പോ നോർമൽ ഫർണിച്ചർ, ഇതിലെന്തെങ്കിലും സെഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്ട്രക്ചർ കാണിച്ചു കഴിയുമ്പോൾ ഒരു നോർമൽ ഫർണിച്ചർ ആയിരിക്കും എല്ലാത്തിലും ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്ട്രക്ചർ ഓക്കെ ആക്കിയിട്ടായിരിക്കും പിന്നെ എന്തെങ്കിലും ഫർണിച്ചർ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. നോർമൽ ഫർണിച്ചേഴ്സ് ഉദ്ദേശിച്ചത് എന്താണ്? നോർമൽ ഫർണിച്ചേഴ്സ് എന്ന് വെച്ചാൽ ലിവിംഗിലും ബാക്കി എല്ലാ സ്പേസിലും അതിൽ ഒരു നോർമൽ ഫർണിച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ലിവിംഗിലാണെങ്കിൽ സോഫ, പിന്നെ സെൻട്രൽ ടേബിള്, പിന്നെ സീലിംഗ്, ഫാൻ, അങ്ങനത്തെ നോർമൽ ഇതിലുണ്ടാവും. അപ്പൊ അതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രക്ചർ കാണിച്ചു തരുമ്പോഴേക്കും നമുക്ക് ആഡ് ചെയ്യാം. ഈ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ മീറ്റിംഗ് നമ്മൾ നടത്തുമ്പോഴേക്കും ഇതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കാണിച്ചു തരും, ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് മോഡൽസിലേക്ക് പോയാലോ മാഡം? നമ്മുടെ ലിവിംഗ് കുറച്ച് മോഡൽസിലേക്ക്. അതിനു മുന്നേ നമുക്ക് ഒരു കളർ തീം സെലക്ട് ചെയ്യണമെന്നുണ്ടേ. ഓക്കെ. അതായത് ഈ കുട്ടിയുടെ റൂമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബാക്കിലത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ആ ബാക്കിലത്തെ ചെറിയ റൂമാണേ. അതൊഴിച്ച് ബാക്കിയെല്ലാം ഒരു ഗ്രീനിഷ് ടച്ച് വരണമെന്ന് വെച്ചാൽ മറ്റേ ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ഇല്ലേ, ഒലീവ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗ്രീൻ. അപ്പൊ അതിന്റെ ഒരു ഷെയ്ഡ് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വരുന്നതായിട്ട് വേണം. പിന്നെ എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിലോട്ടാണ് ഇഷ്ടം, ഡാർക്ക് ഷെയ്ഡ് ഒന്നും വേണ്ട. ഓക്കെ. ബാക്കി എല്ലാ സ്പേസിലും ഈ ബെഡ്റൂം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ആ ഒലീവ് ഗ്രീനിന്റെ ഒരു ഇതല്ലേ? അങ്ങനെ കൊണ്ടുവരാന്നാ വിചാരിച്ചേക്കുന്നത്. നമ്മുടെ ഗിഫ്റ്റ് റൂമിൽ എപ്പോഴും നമ്മൾ വരുന്നത് മറ്റേ വൈറ്റ് വിത്ത് പിങ്ക് ആണ്
കിഡ്സിലും ആ നമ്മളിപ്പോഴും ചെയ്യുന്നത്. അതിന്റെ കുറച്ച് അതെ മോഡൽസ് അതെ. നമ്മുടെ കയ്യിലുണ്ട്, നമ്മളൊന്ന് അയച്ചു തരാം, എന്നിട്ട് അതിൽ നോക്കിയിട്ട് നമുക്ക് ആ കൺഫേം ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് മോഡൽസ് നമുക്ക് കാണിക്കാം ഈ ലിവിങ്ങിന്റെയും എല്ലാത്തിന്റെയും. അപ്പൊ ആ ഹാ ഹാ. ഇതെല്ലാം നമ്മുടെ ലിവിങ്ങിന്റെ മോഡലുകളാണ്, ഫർണിച്ചേഴ്സ് വെച്ചുള്ള ചില മോഡലുകളാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത്. ഇതെല്ലാം കുറച്ച് സിംഗിൾസ് മോഡലാണ്, സിമ്പിളും ഉണ്ട് പ്രീമിയം മോഡൽസും ഉണ്ട്. ഇതിലിപ്പോൾ ഏതെങ്കിലും പാറ്റേൺ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ആ മാഡം പറഞ്ഞാൽ നമുക്ക് ആ രീതിയിലേക്കും പോവാം. ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ ആ ഒരു എല്ലാത്തിന്റെ കളറും നമ്മളെ മാഡം മിനിമൽ ആയിട്ടുള്ള ഇന്റീരിയറെ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരുപാട് ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. ഓക്കെ. പിന്നെ ഫോൾ സീലിംഗ് നെസസറി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓ അങ്ങനെ എല്ലായിടത്തും ഫോൾ സീലിംഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഒരു നോർമൽ ഇതിലല്ലേ? ആ ഓക്കെ ഓക്കെ. മാഡത്തിന്റെ കയ്യിൽ എന്തെങ്കിലും മറ്റേ റെഫറൻസോ എന്തെങ്കിലും മാഡം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതിലെ ഇവിടെ നമ്മളുടെ പ്ലാനില് അതായത് മെയിൻ ഡോർ തുറക്കുമ്പോ തന്നെ ഒരു പ്രെയർ യൂണിറ്റ് എന്ന് പറഞ്ഞു കണ്ടോ, ഒരു പ്രെയർ യൂണിറ്റ്, പ്രെയർ ഏരിയ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കണ കണ്ടോ? ആ കണ്ടു കണ്ടു. അവിടെ ഒരു പാർട്ടീഷൻ പോലെ, പാർട്ടീഷൻ കം പ്രെയർ യൂണിറ്റ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല, അതെങ്ങനെ വരണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് തരണം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇതിലുള്ള ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ സ്ട്രക്ചറൽ വർക്ക് അത് ചെയ്യാം. എന്നിട്ട് മാഡത്തിന് അത് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ മാറ്റാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ TV യൂണിറ്റ് വരുന്നതും ആ വോളിലാണ് കേട്ടോ. ഈ വോളിലല്ലേ? ആ ആ ആ. ഓക്കെ ഓക്കെ. നേരെ TV യൂണിറ്റ്. പിന്നെ ഇവിടെ ഇത് ഡൈനിങ് സ്പേസ്, ഇതില് ഡൈനിങ്ങില് വാഷ് ഏരിയ യൂണിറ്റ് അവിടെയല്ലേ? ഓക്കെ ഓക്കെ. കോർട്ട്യാർഡ് സ്പേസിലാണ് വാഷ് യൂണിറ്റ് വന്നേക്കുന്നത്. ഇത് ഓപ്പൺ കിച്ചൺ ആണ്, ഇവിടെ കിച്ചൺ, അതിനുശേഷം വർക്ക് ഏരിയ. ഇത് ഈ എല്ലാ മറ്റേ കിഡ്സ് റൂം ഒഴിച്ച് ബാക്കി എല്ലാ സ്പേസിലും ഒലീവ് ഗ്രീനിന്റെ ഒരു ഷെയ്ഡാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ലിവിംഗ് റൂം ഒരു ഒലീവ് ഷെയ്ഡ് ആണ്, ബാക്കി റൂംസ് ഇങ്ങനെ ഡിഫറെന്റ് ഷെയ്ഡ്സിലോട്ട് പോകാൻ താല്പര്യമില്ല. ഏകദേശം ഇതുമായിട്ട് യോജിച്ചു പോകുന്ന രീതിയിൽ, എല്ലായിടത്തും ഗ്രീൻ വരണം എന്ന് ആഗ്രഹമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരു നമ്മള് സോഫയൊക്കെ എടുക്കുമ്പോ ഒരു ഗ്രീനിഷ് ടച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ ബെഡ്റൂംസിന്റെ ഒക്കെ ഡോഴ്സിലൊക്കെ അതേ ഒരു ഷെയ്ഡ് കൊണ്ടുവരാം, കിച്ചണിലെ കബേർഡ്സിൽ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് കൊണ്ടുവരാന്നൊക്കെ ഉണ്ട് ഉള്ളില്. ഓക്കെ ഓക്കെ. ഇതിൽ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഹാങ്ങിങ് ലൈറ്റ്സ് കിച്ചൺ ഡൈനിങ് ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ലിവിംഗ് സ്പേസിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ മറ്റേ സ്റ്റെയറിന്റെ അവിടെ ഉണ്ടാവും ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടാവും. സ്റ്റെയറിന്റെ അവിടെ ഹാങ്ങിങ് ലൈറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ മറ്റേ കൗണ്ടർ ടോപ്പ് ഇല്ലേ, ടീ കൗണ്ടർ, അവിടെയും ഹാങ്ങിങ്ങിലാണ്. പിന്നെ നോർമലായിട്ട് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അവിടെയും ഹാങ്ങിങ് ലൈറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് ഫ്ലോറിലോ? ഫസ്റ്റ് ഫ്ലോറിൽ വേറെ ഒന്നും ഇല്ല. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നായിരിക്കുമല്ലോ സ്റ്റാർട്ടിങ്, കാരണം ഡബിൾ ഹൈറ്റ് അല്ലേ അവിടെ രണ്ടും സ്പേസ് വരുന്നത്. വേറെ ഹാങ്ങിങ് ലൈറ്റ്സ് ഒന്നും ഇല്ല ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. ഇനി നമുക്ക് ബെഡ്റൂംസിന്റെയും കുറച്ച് മോഡൽസുകളൊന്ന് കാണാം. അപ്പൊ അതിൽ ബെഡ് പൊസിഷൻ ഒക്കെ ഒന്ന് പറയാം. ഓക്കെ. ബെഡ് പൊസിഷനിങ് ഓൾറെഡി പ്ലാനിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ചെറിയൊരു ബെഡ്റൂമിന്റെ ഒരു മോഡല് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനത്തെ ഈ ബെഡ്റൂമിലെല്ലാം AC ഒക്കെ ഉൾപ്പെടുത്തുന്നില്ലേ? ഉണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. സിമ്പിൾ ആയിരിക്കണേ. സിമ്പിൾ ആയിരിക്കണം. ഓക്കെ.
ഈ ഒരു പാറ്റേൺ ഒക്കെ ഇത് കുഴപ്പമില്ല. കൂടുതൽ വർക്ക് വരാതെ സിമ്പിൾ ആണോ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, ഒരുപാട് ഇങ്ങനെ ഇതായിട്ട് വേണ്ട. ഓക്കെ. പിന്നെ ഈ വർക്ക് ഏരിയയിലല്ലേ നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വർക്ക് ഏരിയയിലല്ലേ വരുന്നത്? അല്ല അല്ല, വാഷിംഗ് മെഷീൻ വെക്കുന്നത് ആ ഓപ്പൺ ടെറസിന്റെ ഭാഗത്തായിരിക്കും. അവിടെ നമ്മള് എന്തെങ്കിലും ചെയ്തിട്ടേ അവിടെ അവിടെയാണ് ആയിരിക്കും വാഷിംഗ് വരുന്നത്. മെഷീന്റെ പൊസിഷൻ. ഓക്കെ. ആ അപ്പൊ വർക്ക് വാഷിംഗ് ഏരിയയില് മെഷീൻ വർക്ക് ജസ്റ്റ് ഏരിയയിൽ സിങ്ക്, വാഷിംഗ് ഒരു ഗ്യാസ് കുക്ക് ടോപ്പ് മാത്രമാണോ? അത്രേ ഉള്ളൂ. പിന്നെ എന്തേലും ഒരു കബേർഡ് വർക്ക് മുകളിൽ ഉണ്ടാവുമായിരിക്കും. ഓക്കെ. വർക്ക് ഏരിയയുടെ അവിടെ മുകളിലുണ്ടാവും. പിന്നെ നമ്മൾ അവിടെ വിൻഡോ കൊടുത്തിട്ടില്ലേ, വർക്ക് ഏരിയയുടെ അവിടെ ഒരു വിൻഡോ, അവിടെ ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്തെങ്കിലും കൊണ്ടുവന്നാലോ എന്ന് മനസ്സിലുണ്ട്. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കത് സ്ട്രക്ചർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കത് അതിന്റെ ഭംഗി നോക്കിയിട്ട് നമുക്കത് നോക്കാം. ഓക്കെ. ആ വിൻഡോ കാണിച്ചേക്കുന്നതിന്റെ അവിടെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്കവിടെ ഫോൾഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളായിരിക്കും, കാരണം അല്ലെങ്കിൽ സ്പേസിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ജസ്റ്റ് നമുക്ക് സ്ട്രക്ചർ ചെയ്യുമ്പോഴേക്കും അതും കൂടി ഉൾപ്പെടുത്തി ഒന്ന് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്പേസിംഗ് നോക്കി അത് ഒഴിവാക്കണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഓക്കെ. ബാത്റൂമിലുണ്ടല്ലോ, ഫസ്റ്റ് ബാത്റൂമില്ലേ, ആ ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമില് നമ്മള് വാഷ് യൂണിറ്റ് വേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വാഷ് യൂണിറ്റ് വെച്ച് ചെയ്ത് നോക്കിക്കോ, പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആയി പോവാണെങ്കിൽ വാഷ് യൂണിറ്റ് ഉണ്ടാവില്ല. വാഷ് ബേസിൻ അത് നമുക്ക് സ്പേസ് അനുസരിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് അത് ഭയങ്കര ഇതാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം. പിന്നെ അവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തേക്കണ അവിടെ എനിക്കൊരു റെഫറൻസ് ഉണ്ട്, അത് ഞാൻ അയച്ചു തരാവേ. ഓക്കെ. റെഫറൻസ് ഉള്ളതൊക്കെ ഈ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ. എങ്കിൽ നമുക്കിത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്കൊരു നെക്സ്റ്റ് മീറ്റിംഗ് പരമാവധി ഇന്ന് തന്നെ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ടൈം അറിയിക്കാം. ഓക്കെ. ബെഡ്റൂംസ് ഒന്ന് എടുക്കാമോ? നമ്മുടെ റെഫറൻസ് ആണോ? റെഫറൻസ് എടുത്തു. മാഡം പറഞ്ഞോ. മാഡം ഇതില് ഏതാണ് മാഡം സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഏത് മോഡലാണ് മാഡത്തിന്റെ ഒരു പാറ്റേൺ മനസ്സിലാവാൻ വേണ്ടി ചോദിക്കുന്നു. ഇതില് ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? അതിലൊരു ലൈറ്റ് ഒലീവ് ഗ്രീൻ ടച്ച് ഉള്ള ഒരു ഇതാണോ? ഒലീവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിലെ കോട്ടിന്റെ ആ ടൈപ്പ് ഒന്നും എനിക്ക് ഇഷ്ടമില്ല. അല്ല ടൈപ്പ് അല്ല ഞാൻ പറയുന്നത് മാഡം, സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞ ഒരൊറ്റ ഏരിയ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ ഒരുപാട് ഈ മറ്റേ വെനിയറിന്റെ വർക്കും അങ്ങനത്തെ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയാവേ, ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യോ. സിമ്പിൾ വർക്കാണ്. ആ സെക്കൻഡ് വൺ കണ്ടോ? അതല്ല, ഈ ഗ്രീനിന്റെ താഴെ ഇതുപോലെ സിമ്പിൾ ആയിട്ടിരിക്കണം. എല്ലാ റൂമും അങ്ങനെയാണോ? എല്ലാ റൂമും അങ്ങനെ. കിഡ്സിന്റെ അവിടെ അവർക്ക് എന്താണ് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് വേണം. അതായത് നമ്മളിപ്പോ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ കൊടുക്കൂലേ, അതേപോലെ ഒരു സ്പേസ് വേണം. എന്നാ ഒരു പിങ്ക് ലാവൻഡർ ടച്ച് ഉള്ള ഒരു ബെഡ്റൂം കൊണ്ടുവരാന്നാ വിചാരിക്കുന്നത്. ബാക്കിയെല്ലാം ഇതേപോലെ സിമ്പിൾ ആയിരിക്കണം. കിഡ്സിന്റെ രണ്ട് റെഫറൻസ് ഞാനിപ്പോ സെൻഡ് ചെയ്തുതരാം വാട്സാപ്പിലൂടെ. ഓക്കെ. എനിക്ക് എന്റെ മനസ്സിലുള്ള റെഫറൻസ് ഞാനും അയച്ചു തരാവേ. ഓക്കെ ശരി.
നമുക്ക് കുറച്ച് തീർച്ചയായിട്ടും. കിച്ചണിന്റെയും കൂടെ കുറച്ചൊരു മോഡൽ കാണാം. ആ കിച്ചൺ ഒന്ന് നോക്കിയിട്ട് പറയണേ മാഡം. പറയാം നോക്കണ്ടേ. ഇത് ഓപ്പൺ കിച്ചൺ ആയിട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ. ഓപ്പൺ കിച്ചൺ അത് ജസ്റ്റ് ആ ടൈപ്പ് ഒക്കെ ഓക്കെ ആണ് കേട്ടോ. ഈ ടൈപ്പ്. ആ ഓക്കെ ഓക്കെ അതിന്റെ ഷെയ്ഡ് അല്ല, കളർ ഷെയ്ഡ് അല്ല ഉദ്ദേശിച്ചത്, ഓക്കെ, ഒരു പാറ്റേൺ, ഒരു മോഡൽ. പാറ്റേൺ. ആ ഓക്കെ അടുത്ത് നമുക്ക് ഡൈനിങ്ങിന്റെ ഒരു ഇതും കൂടെ നോക്കാം. പറഞ്ഞു പർപ്പിൾ ഷെയ്ഡ്. ഇതാണോ? പിന്നെ ഇത് കുറച്ച് സീലിങ്സിന്റെ മോഡലാണ്. നമ്മൾ കുറച്ച് സീലിംഗ് ഉദ്ദേശിക്കുന്നില്ലേ, അതിന്റെ ഒരു മോഡലാണ്. അപ്പോൾ സീലിംഗ് നോക്കിയിട്ട് സീലിംഗ് സിംപ്ലിഫൈഡ് മതിയേ. സിംപ്ലിഫൈഡ്. സിമ്പിൾ മതി. അതായത് കുറച്ച് ബുള്ളറ്റ് ലൈറ്റ്സും അങ്ങനത്തെ പാറ്റേൺസ് ഇല്ലേ, കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ വരുന്നുണ്ടല്ലോ. ഈ ഒരു മോഡലാണോ അവിടെ? ഇത് ഭയങ്കര സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ഈ ഒരു കൈൻഡ് ഓഫ് മതി. ഓക്കെ ഇപ്പൊ ഇനി എന്റെ കിഡ്സ് റൂമിന്റെ റെഫറൻസ് ഞാൻ മാഡത്തിന് ഒന്ന് അയച്ചുതരാം. മാഡത്തിന്റെ കയ്യിലുള്ളത് മാഡം ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് ഹലോ സർ. ഹലോ സർ. ഓക്കെ മാഡം, എങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു സ്ട്രക്ചറും ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു മീറ്റിംഗിലേക്ക് കിടക്കാം. ഓക്കെ. എന്നത്തേക്കായിരിക്കും? നാളെ ആയിരിക്കും അല്ലേ? മാക്സിമം നാളെ ആയിരിക്കും. ഞാൻ ഇന്നാണെങ്കിൽ അതിന്റെ ടൈം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. രാത്രിയൊക്കെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇന്ന് ഫ്രീ ആണ്, അതുകൊണ്ടാ പറഞ്ഞു. ഓക്കെ ശരി. താങ്ക് യു.